ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെം BCom-ലെ ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്കിത് എത്രത്തോളം കംപ്ലീറ്റ് ആക്കാൻ കഴിയുമെന്നറിയില്ല. എക്സാമിങ് അടുത്തു. നമുക്കിതിൽ 8 ചാപ്റ്റേഴ്സായിട്ട് 5 മൊഡ്യൂളാണ് വരുന്നത് കേട്ടോ. അത്യാവശ്യം വലിയ ചാപ്റ്റേഴ്സാണ് ഉള്ളതും. സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഓക്കെ, അതിൽ നമുക്ക് ആദ്യം ബിസിനസ് റിസർച്ച് എന്താണെന്ന് നോക്കാം. ഓക്കെ, ബിസിനസ് റിസർച്ച് എന്ന് പറയുമ്പോൾ ബിസിനസ് റിസർച്ച് ഈസ് എ സോഷ്യൽ സയൻസ് റിസർച്ച്. ബിസിനസ് റിസർച്ച് എന്താണ്? ഒരു സോഷ്യൽ സയൻസ് റിസർച്ചിനെയാണ് എന്ത് പറയുന്നത്? ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ബിസിനസ് റിസർച്ച് ഈസ് എ ടൈപ്പ് ഓഫ് റിസർച്ച് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഓർ സ്റ്റാർട്ട് ഓഫ് ബിസിനസ് ഓർ സക്സീഡിങ് ഇംപ്രൂവ്മെൻറ്റ്. അതായത് ബിസിനസ് റിസർച്ച് എന്ന് പറഞ്ഞ റിസർച്ച് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതല്ല എന്നുണ്ടെങ്കിൽ സക്സീഡിങ് ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു ബിസിനസ് റിസർച്ച് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഓക്കെ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാൻ എന്തായാലും സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാട്ട് ഈസ് ബിസിനസ് റിസർച്ച്? ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ വേറൊന്നാണ് ഡിഫൈൻ ചെയ്യാൻ പറയും. ഓക്കെ, ഡിഫൈൻ ബിസിനസ് റിസർച്ച്, അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് റിസർച്ച് മേ ബി ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് സെർച്ച്. ഇതെന്താണ്? ഒരു കണ്ടിന്യൂസ് സെർച്ച് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ഇംപ്രൂവിങ് ഓർഗനൈസേഷണൽ പെർഫോമൻസ്. ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള ഒരു കണ്ടിന്യൂസ് സെർച്ച് ആണ് എന്ത് പറയുന്നത്? ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത്. ത്രൂ ഇൻക്രീസ്ഡ് എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി. എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും വർദ്ധിപ്പിച്ചുകൊണ്ട് ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സെർച്ച്, ഇതിനെയാണ് എന്ത് പറയുന്നത്? ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് റിസർച്ച്. ബിസിനസ് റിസർച്ചിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് പ്രോസസ് ഓഫ് ഗ്യാതറിംഗ്, റെക്കോർഡിംഗ് ആൻഡ് അനലൈസിങ് ഡാറ്റ ഫോർ ഡിസിഷൻ മേക്കിംഗ്. അതായത് ബിസിനസ് റിസർച്ച് എന്താണ്? ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എന്തിനു വേണ്ടിയിട്ട്? ഡാറ്റകൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ട്? ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട്. അതായത് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡാറ്റകൾ കളക്ട് ചെയ്യുക, പിന്നെ റെക്കോർഡ് ചെയ്യുക, അനലൈസ് ചെയ്യുക. അത്തരത്തിലുള്ള ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് പ്രോസസ്സാണ് എന്ത് പറയുന്നത്? ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ബിസിനസ് റിസർച്ച് ഹാസ് ക്ലിയർ ഒബ്ജക്റ്റീവ്. ഓക്കെ, ബിസിനസ് റിസർച്ചിന് എന്തുണ്ടായിരിക്കും? ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. ഓക്കെ, എല്ലാ ബിസിനസ് റിസർച്ചും നടത്തുന്നതിന് പിന്നിൽ ഒരു പ്രത്യേക ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും. ഓക്കെ, ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ബിസിനസ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ബിസിനസ് റിസർച്ച് ഈസ് മൾട്ടി ഡിസിപ്ലിനറി. ബിസിനസ് റിസർച്ച് എന്താണ്? ഒരു മൾട്ടി ഡിസിപ്ലിനറിയാണ്. അതായത് അത് ഏത് മേഖലകളിലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഇറ്റ് കവേഴ്സ് ഓൾ ദി റീജിയൻസ് ഇൻ വിച്ച് ദ ബിസിനസ് ഓപ്പറേറ്റ്സ് ലോക്കലി ആൻഡ് ഇൻ്റർനാഷണലി. അതായത് ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഏത് മേഖലയായാലും, അത് ലോക്കലി ആയാലും ഇൻ്റർനാഷണൽ, ഏത് മേഖലയിലാണെങ്കിലും അവിടെയൊക്കെ കവർ ചെയ്യുന്ന തരത്തിലായിരിക്കും ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇറ്റ് ഹെൽപ്സ് ടു ജഡ്ജ് ലോക്കൽ പ്രോബ്ലംസ് ഓഫ് ദി എൻവയോൺമെൻറ്റ്. അതായത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ദി കോസ്റ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ബിസിനസ്. അതായത് ഒരു ബിസിനസ്സിലെ കോസ്റ്റും പ്രോഫിറ്റബിലിറ്റിയും ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ് റിസർച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ഇൻ നേച്ചർ. അതായത് ഫ്ലെക്സിബിളാണ്, അതായത് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ കഴിയും. ഓക്കെ, അതായത് എന്തെങ്കിലും ബേസ് ചെയ്തിട്ട് മാറ്റങ്ങൾ വരികയാണെങ്കിൽ നമ്മുടെ ക്ലൈമറ്റിൻ്റെ ബേസിലോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ്, ഫാഷൻ മാറുന്നതിനനുസരിച്ചോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ചേഞ്ചസ് വരികയാണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റി കൊടുക്കാൻ കഴിയും. പിന്നെ ബിസിനസ് റിസർച്ച് ഈസ് മോസ്റ്റ് ഓഫൺ ഫോക്കസ്ഡ് ഓൺ ഡിമാൻഡാണ് ബിസിനസ് റിസർച്ച് എന്ത് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് റിസർച്ച്. നമ്മുടെ ടെക്സ്റ്റിലുള്ള പോയിന്റ്സ് തന്നെയാണ് കേട്ടോ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് റിസർച്ച്. ഇതെല്ലാം ഞാൻ വളരെ ഷോർട്ടാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നില്ല, അപ്പോൾ അത് മനസ്സിലാക്കി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ലാംഗ്വേജിൽ എഴുതുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഒബ്ജക്റ്റീവ്സ് ആണ് കേട്ടോ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് റിസർച്ച്. ഓക്കെ, അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ടു പ്രൊമോട്ട് ബിസിനസ് ഇൻ എക്കോണമിക്കലി സൗണ്ട് മാനർ. അതായത് എക്കോണമിക്കലി സൗണ്ട് മാനർ എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ സെറ്റപ്പ് ഒന്നും കൂടെ വൈഡ് ആക്കാൻ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്.
ടു എൻഷ്വർ ഫ്യൂച്ചർ സക്സസ് ഉറപ്പ് വരുത്തുന്നുണ്ട്. അതായത് ബിസിനസ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ പല കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കാം. പോളിസി മേക്കിംഗ്, ലോ, റൂൾസ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുതിയത് നല്ല രീതിയിലുള്ളത് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഇപ്പോൾ പലതരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് വരുത്തിക്കൊണ്ട് ഫ്യൂച്ചർ സക്സസ് ചെയ്യാൻ കഴിയും, ഉറപ്പ് വരുത്താൻ കഴിയും. പിന്നെ ഗ്യാദർ റെലവൻറ്റ് ഇൻഫോർമേഷൻ ഫോർ സ്മൂത്ത് കണ്ടക്ട് ഓഫ് ബിസിനസ്. അതായത് ഒരു ബിസിനസ് റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഇൻഫോർമേഷൻസ് കിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യും? ഒരു ബിസിനസ്സിൻ്റെ സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇറ്റ് ഹെൽപ്സ് ദി മാനേജർ ടു ഐഡൻറ്റിഫൈ ആൻഡ് സോൾവ് ദി പ്രോബ്ലംസ്. അതായത് മാനേജറെ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ ടു സേവ് ടൈം ആൻഡ് കോസ്റ്റ്, ടു ഫെസിലിറ്റേറ്റ് മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ്? ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു, പിന്നെ അതിൻ്റെ ഡെഫിനിഷനും മീനിങ്ങും പറഞ്ഞു ബിസിനസ് റിസർച്ചിൻ്റെ. ഈ പറഞ്ഞതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഇമ്പോർട്ടൻസ്, ഫങ്ഷൻസ്, ബെനിഫിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വരുന്നുണ്ട്. നമുക്കത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു ചാനലിൽ തന്നെ ഇൻകം ടാക്സ്, ലോ ആൻഡ് അക്കൗണ്ട്സ്, കോപ്പറേറ്റീവ് തിയറി, ലീഗൽ എൻവയോൺമെൻറ്റിൻ്റെയൊക്കെ ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർ ചെക്കൗട്ട് ചെയ്ത് കാണാം. ഓക്കെ, താങ്ക്